ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ഋഷി എന്ന ഒരു തമിഴ് വെബ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഒരു പ്രത്യേകതരം കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി എത്തിയ ഇൻസ്പെക്ടറായ നായകന്റെ കഥ പറയുന്ന സ്റ്റോറിയാണിത്. അപ്പൊ ആ ഡിഫറെന്റ് പാറ്റേണിലുള്ള കൊലപാതകം എന്താണ്, അതിന് പുറകിലുള്ള കാരണം എന്താണ്, ഇത് നായകൻ കണ്ടുപിടിക്കുവോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ സീരീസിന്റെ ആദ്യ 3 എപ്പിസോഡുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. സ്റ്റോറിയുടെ തുടക്കത്തിൽ തേൻകാട് എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രാമം കാണിക്കുന്നു. ആ ഗ്രാമത്തിലെ ഒരു പ്രത്യേക ദിവസം അവിടെയുള്ള ആൾക്കാരെല്ലാം അവരുടെ കുലദൈവമായ രഞ്ജിക്ക് ഒരുപാട് പൂജകളെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ പ്രസന്റ്ലി ആ ഗ്രാമത്തിൽ ആ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങില് വെള്ള ഡ്രസ്സ് ധരിച്ച കുറെ ആൾക്കാര് അവരുടെ ദൈവത്തിന് അവരെ സ്വയം ബലി കർപ്പിക്കുവാണ്. അതായത് പൂജ ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആഴിയിലേക്ക് അവരെല്ലാരും എടുത്തു ചാടുവാണ്. ഇതേസമയം ആദിവാസി ഗ്രാമത്തിലെ ആ വലിയ കാട്ടിലുള്ള ഒരു വലിയ മരം കാണിക്കുവാണ്. ആ മരത്തിൽ നിന്ന് ഇപ്പൊ വലിയൊരു അജ്ഞാത രൂപം അങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്താണ് സ്റ്റോറിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് അവിടെ ഫോറസ്റ്റ് ഏരിയയിലുള്ള കുറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണിക്കുന്നു. അവരിപ്പോ ആനക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതെന്തിനാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരു ആനയുടെ കാലില് വലിയൊരു പരിക്ക് പറ്റിയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇതറിഞ്ഞ ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ ആനയെ മയക്കുവെടി വെച്ച് അതിനെ മയക്കിന് ശേഷം കാലിന് മരുന്നെല്ലാം വെച്ച് കൊടുക്കുവാണ്. ആ മുറിവ് കാണുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണെന്ന്. അങ്ങനെ ഇതേപോലെ കാട്ടി കയറി മൃഗങ്ങളോട് ഇങ്ങനെല്ലാം പെരുമാറുന്നവന്മാരെ എത്രയും വേഗം കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നൊക്കെ ഈ സമയത്ത് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി റോബർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി അതേ കാട്ടിലേക്ക് എത്തുവാണ്. അയാളുടെ മുഖത്തിപ്പം എന്തൊരു ഭയം കാണുന്നുണ്ട്. ഇപ്പൊ അവിടേക്ക് എത്തിയ അയാളാണെങ്കിൽ ഒരു മരത്തില് ഒരു വെള്ള തുണി കെട്ടി വെക്കുന്നു. അതൊരു അടയാളത്തിന് വേണ്ടി അയാളെ കെട്ടുന്നതാണ്. അതിനുശേഷം അയാള് ഒരു ദിശയിലേക്ക് നോക്കി ട്രാവൽ ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അയാൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും, അതായത് കാടിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോഴേക്കും അയാളെ എന്തോ രൂപം പിടികൂടുവാണ്. ഈ സമയത്ത് അയാൾ നിലവിളിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുവാണ്. അടുത്ത സീനിൽ അയ്യനാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ കാണിക്കുന്നു. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ജാതക ദോഷം ഉണ്ടായിരുന്നു. അവർ ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇയാൾക്ക് എന്തോ കഷ്ടപ്പാടാണെന്ന് പറയുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു കാരണം കൊണ്ട് അയാളുടെ മുത്തശ്ശി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിനു വേണ്ട എന്തൊക്കെയോ പ്രതിവിധികളെല്ലാം, അതായത് പരിഹാര കർമ്മങ്ങളെല്ലാം അയാളുടെ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അയാളുടെ അമ്മേനോട് ഇനി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് പ്രശ്നമുണ്ടോ എന്ന്. അപ്പൊ ഇത് കേട്ട് അയാളുടെ അമ്മ പറയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ പെണ്ണ് എവിടേക്ക് കയറ്റാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവിടെ ഇനി ഇവിടേക്ക് വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതെല്ലാം കേട്ട് അയ്യനാർക്കാണെങ്കിലും ഒന്നും പറയാൻ കഴിയാതായി പോവാണ്. ഇതേ സമയം തന്നെ അയ്യനാർക്ക് എന്തൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഡ് വരുന്നു. അങ്ങനെ ഇപ്പൊ അയാളുടെ സ്റ്റേഷനിലേക്ക് വിളിച്ച അയാളുടെ ടീമിനെയും കൊണ്ട് നേരെ സ്പോട്ടിലേക്ക് എത്തുവാണ്. കുറച്ചിടെ മുമ്പ് റോബർട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ കാട്ടിലെത്തിയിട്ട് എന്തോ ഒരു അപകടത്തിൽപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാൾ ആ സമയം അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കേസിനെ പറ്റി അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അയ്യനാറും ടീമും ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇവരവിടെ എത്തുന്നതിന് മുമ്പേ ഇവരുടെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മൂവിയിലെ നായകൻ ഋഷി. ഇപ്പൊ നമ്മുടെ നായകന്റെ കണ്ണിന്റെ ഭാഗത്തായിട്ട് എന്തോ വലിയ പരിക്കുപറ്റിയ രീതിയിൽ ഒരുപാട് കാണുന്നുണ്ട്. ഈ മരിച്ചുപോയ വ്യക്തിയാണെങ്കിൽ ഈ മരത്തില് ചിലന്തി വരെ പെട്ട പോലെയാണ് മരിച്ചു കിടക്കുന്നത്. അതുപോലെ ആ ഒരു സ്ഥലം മുഴുവൻ മഞ്ഞ പൂക്കൾ വിതറിയിട്ട പോലെയും കിടപ്പുണ്ട്. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് കാട്ടിലല്ലേ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ കാര്യം അറിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോട് അന്വേഷിക്കുന്ന സമയം ഇത് ചിലന്തി വലയല്ല സാറേ, ഇത് മറ്റെന്തോ ആണ്. തീർച്ചയായിട്ടും അത് ശരീരത്ത് കുടുങ്ങി അപ്പത്തെ ഒരു അവസ്ഥയുടെ പുറത്തായിരിക്കും അയാൾ മരിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ വിതറിയിട്ട് പോലെ കിടക്കുന്ന ഈ മഞ്ഞ പൂക്കള് അത് ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു വലിയ മരത്തിലെയാണ്. അതെങ്ങനെയും ഇവിടെ വന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം കേട്ട നായകൻ ടീമോ ശരി എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെ മുഴുവൻ ശരിക്കും അന്വേഷിക്കുകയാണ്. എന്നാൽ വേണ്ടത്ര എവിഡൻസ് കാര്യങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടുന്നില്ല. എന്തായാലും ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കൊലപാതകമായിട്ടാണ് പോലീസുകാർക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഇത് കൊലപാതകമാണെങ്കിൽ അയാളെ ചുറ്റിയുള്ള വല അതെങ്ങനെ വന്നു, അത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അത് ആർട്ടിഫിഷ്യൽ അല്ലാന്ന്, അതെന്തൊരു ജീവി മേക്ക് ചെയ്ത് തന്നെയാണെന്ന്. അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ വീണ്ടും ആ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അവിടേക്ക് ആർക്കും എൻട്രി ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ റോബർട്ട് എങ്ങനെ അവിടെ എത്തി, ആരെ അയാൾക്ക് പെർമിഷൻ കൊടുത്തു? സാറേ ഞങ്ങൾ ഉദ്യോഗസ്ഥർ പെർമിഷൻ ചോദിക്കാതെ പലരും അങ്ങനെ കാട്ടിലേക്ക് എൻട്രി ആവാറുണ്ട്. ഇതും അങ്ങനെ നടന്നതാണ്. ഞങ്ങളെ കുറച്ച് ഉദ്യോഗസ്ഥരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഏത് സമയം അവിടെ അങ്ങനെ കാവൽ നിൽക്കാൻ കഴിയുമോ? ഇങ്ങനെ ഈ സമയത്ത് ഉദ്യോഗസ്ഥര് നായകനോട് പറയുകയാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് നമ്മുടെ നായകനും ടീമും മരിച്ചുപോയ റോബർട്ട് എന്ന് പറയുന്ന ആളുടെ സ്ഥലത്തേക്ക് എത്തി അയാളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ അവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പോലീസുകാർക്ക് വേണ്ടപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ റോബർട്ടിന് അപകടം സംഭവിക്കുന്ന അന്ന്, അതായത് അന്ന് ഡേ ടൈമില് അയാൾ ഈ ഹോട്ടലിലേക്ക് വന്നായിരുന്നു. എന്നിട്ട് അവിടുത്തെ വെയിറ്ററായി പയ്യനോട് എടാ ഇന്ന് എനിക്ക് ആ കാട്ടിൽ കയറി കുറച്ച് ഫോട്ടോസ് എടുക്കണം, എനിക്ക് അവിടെ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് നീ എന്റെ കൂടെ വരണം, നീ അതിന് എത്ര പൈസ ആവശ്യപ്പെട്ടാലും ഞാൻ തരാൻ തയ്യാറാണെന്നൊക്കെ റോബർട്ട് അയാളോട് പറഞ്ഞു. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ അതിനൊക്കെ പറഞ്ഞു റോബർട്ടിന്റെ കൂടെ ആ കാട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് ഇയാൾക്ക് എന്തോ ഒരു പേടി. അതുകൊണ്ട് തന്നെ സാർ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് തിരികെ പോന്നു. ആ സമയം റോബർട്ടിനെ ഇയാള് കുറെ തവണ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ റോബർട്ട് പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, നിനക്ക് പേടിയാണെങ്കിൽ പോക്കോ, ഇനി ഞാൻ ബാക്കി നോക്കിക്കോളാന്നായിരുന്നു. അങ്ങനെ കുറച്ചേരം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അയാൾ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് അയാൾ എങ്ങനെ മരണപ്പെട്ടു എന്ന്. ഇത് പുറത്തു പറയാൻ പേടിയായിരുന്നു സാറേ, അതുകൊണ്ട് ആരെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചതെന്നല്ല ഈ സമയത്ത് അയാള് പോലീസുകാരോട് പറയുവാണ്. ഇതെല്ലാം കേട്ട പോലീസുകാര് ശരി അയാളെ അങ്ങനെ കൊന്നു കളഞ്ഞത് ആരായിരിക്കും, നിനക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സാറേ എന്റെ ഒരു ഊഹം പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, തീർച്ചയായിട്ടും കാട്ടിൽ അനുമതിയില്ലാതെ കയറിയതിന് അയാളെ കൊന്നു കളഞ്ഞത് വനദേവതയായിരിക്കും. എനിക്ക് ഉറപ്പാണ് സാറേ, അങ്ങനെ തന്നെ
ആയിരിക്കും കാര്യങ്ങൾ നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ സംസാരിക്കുന്ന സമയം അയാൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് അവിടെയുള്ള 2 ഫോറസ്റ്റ് ഗാർഡ്സിനെ കാണിക്കുന്നു. അവര് രണ്ടുപേരും കൂടി ഫോറസ്റ്റിലൂടെ രാത്രി അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് കാട്ടിലെ അവര് റൗണ്ട്സിന് ഇറങ്ങിയതായിരുന്നു. ഈ സമയം കൂട്ടത്തിലെ ക്യാത്തി എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഗാർഡ് ഏതോ മനുഷ്യന്മാരവിടെ സെറ്റ് ചെയ്ത ഒരു കെണിയില് വീഴുവാണ്. അങ്ങനെയുള്ള കാല് മുറിയുന്നു. ഇതുപോലെയായിരുന്നു അന്ന് ആനയുടെ കാലും മുറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇവർക്ക് ഇങ്ങനെ അപകടം പറ്റിയുണ്ട്. ക്യാത്തിന്റെ കൂടെയുള്ള ഫോറസ്റ്റ് ഗാർഡ് പെട്ടെന്ന് അവർ വാക്കി ടോക്കി എടുത്ത് ഇങ്ങനെ റൗണ്ട്സിന് ഇറങ്ങി അവർക്കൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞ് അതിലൂടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണ്. ഇതേ സമയം കെണിയിൽ പെട്ട് കാലും മുറിഞ്ഞിരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡില്ലേ അവരൊരു കാഴ്ച കാണുവാണ്. ആ ഇരുട്ടിന്റെ ഭാഗത്തായിട്ട് ഒരു കറുത്ത രൂപം അവൾക്ക് നേരെ അങ്ങനെ വരുന്നത്. ഇത് വനദേവതയാണെന്ന് ഈ സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവള് പേടിച്ച് നിലവിളിക്കുവാണ്. അതോടുകൂടി ആ സീൻ അവിടെ കട്ടാക്കുവാണ്. അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായകൻ ഏതോ ഒരു വ്യക്തിയോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അയാളെ അടിച്ചവശനാക്കി നായകൻ അവിടെയുള്ള ഒരു റൂമിൽ പോയി നോക്കുമ്പോൾ അയാൾ ഏതൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അവിടെ കൊടൂരമായിട്ട് അയാളെ കൊന്നിട്ടിരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അവളുടെ ബോഡിയുടെ അടുത്തേക്ക് ചെന്ന് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം അവളുടെ കൈ ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് നായകൻ നോട്ട് ചെയ്യുന്നു. അപ്പോഴാണ് നായകൻ മനസ്സിലാവുന്നത് അവള് മരിച്ചിട്ടില്ലാന്ന്. അങ്ങനെ ഇപ്പൊ നായകൻ അവളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അവളുടെ ജീവൻ രക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇത്രയും വലിയ റിസ്ക് എടുത്ത് നായകൻ ആ പെണ്ണിന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നായകന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നു. ആ സമയത്ത് നായകന്റെ ജോലി നഷ്ടമായിട്ടിരിക്കുവായിരുന്നു നായകന്. ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ഈ ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എടുക്കാന്ന് ഈ സമയം പല ഉദ്യോഗസ്ഥരും അതായത് നായകന്റെ പല സീനിയർ ഉദ്യോഗസ്ഥരും അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവര് പറയുവാണ് ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആ ഉദ്യോഗസ്ഥന് ഇനി നമ്മൾ ജോലി തിരിച്ചു കൊടുത്താൽ അതൊട്ടും ശരിയാവില്ല, അതുകൊണ്ട് അത് വേണ്ടാന്നൊക്കെ. അങ്ങനെ ആ സിനിമ കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകന്റെ കണ്ണിനെന്തോ പരിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ കണ്ണിന്റെ കാഴ്ച ഏകദേശം നായകന് നഷ്ടമായിരുന്നു. ഇപ്പൊ നായകനാണെങ്കിൽ ബാത്റൂമിൽ നിന്നുകൊണ്ട് ആ കണ്ണിൽ ലെൻസ് ഇടുവാണ്. അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ വീണ്ടും കാണിക്കുന്നത് നേരത്തെ അപകടത്തിൽപ്പെട്ട ആ 2 ഫോറസ്റ്റ് ഗാർഡ്സിനെയാണ്. എന്നാലും പരിക്ക് പറ്റി കിടന്ന ആ ഉദ്യോഗസ്ഥ ആ വനദേവതനെ കണ്ട് ആകെ നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത് കേട്ട് വാക്കി ടോക്കിയിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ആ കൂടെയുള്ള ഉദ്യോഗസ്ഥ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് എന്താന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥ നീ അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് ആ വനദേവതനെ കാട്ടിക്കൊടുക്കുവാണ്. അങ്ങനെ മറ്റേ പുള്ളിക്കാരി ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ അവളും ആകെ ഞെട്ടി പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ തന്നെ ഇൻഫർമേഷൻ എല്ലാം അറിഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിലെ ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് എത്തുവാണ്. ഇന്നലെ കെണിയിൽ വീണ് പരിക്ക് പറ്റിയ ആ ഉദ്യോഗസ്ഥന്റെ കാലല്ല ഇപ്പൊ അവിടേക്ക് എത്തിയതിനു ശേഷം അവർ മരുന്ന് വെച്ച് കെട്ടുവാണ്. എന്റെ കാര്യങ്ങളെ ഒതുക്കുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവരോട് ഷെയർ ചെയ്യുന്നു. ഇവിടുത്തെ നാട്ടുകാർ പറയുമ്പോഴൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ ഇന്നലെ കണ്ടതാണ് വരദേവതയുടെ രൂപത്തിനെ. ഇവര് സംസാരിക്കുന്ന ഈ വരദേവതയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ കുലദൈവമായ രജി എന്ന് പറയുന്ന ആ ദൈവം. അങ്ങനെ ഇപ്പൊ ഇവര് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട സമയത്ത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ പറയാണ് നിങ്ങൾ എന്തൊക്കെ വെളിവില്ലായ്മ ഈ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെ പറയുന്നത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. ശരി ഇനി ഇവിടെ ഇരിക്കണ്ട, ഒരു പെട്ടെന്ന് ഓഫീസിലേക്ക് പോവാന്നും പറഞ്ഞ് ഇപ്പൊ അവരെയും കൂട്ടിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് റോബർട്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി വന്ന നായകനെ ടീംസിനെയും കാണിക്കുന്നു. ഈ സമയത്ത് ഡോക്ടർ അവരോട് പറയുവാണ് റോബർട്ട് മരിച്ചത് ആ സമയത്തെ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന്. മിക്കവാറും എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നതെന്നും ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അയാളെ ചുറ്റിയിരുന്ന വല അതിനെപ്പറ്റി യാതൊരു ഇൻഫർമേഷനും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഡോക്ടറോട് സംസാരിച്ച് പുറത്തിറങ്ങിയ നായകനാണെങ്കിൽ അവന്റെ ടീമിനോട് പറയുവാണ് എനിക്ക് എന്തായാലും ഇതൊരു സ്വാഭാവികമല്ലായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതേ ഫോർമാറ്റില് മറ്റേതെങ്കിലും കൊലകൾ ഇനി മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് ശരിക്കും അന്വേഷിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഈ കേസിലേക്ക് കയറി എത്താൻ കഴിയും. ഇതിന് പുറകിലുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. ഇത് കേൾക്കുന്ന നായകന്റെ ടീമും അത് ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ അവരെല്ലാരും കൂടെ കൂടി അവിടുത്തെ DFOനെ പോയി കണ്ട് അവര് തൊട്ടുമുമ്പ് ചർച്ച ചെയ്ത അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും കേസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിനെപ്പറ്റി എല്ലാം ചോദിക്കുവാണ്. അപ്പൊ അവിടുത്തെ കുറെ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്ത് DFO കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ പാറ്റേണിൽ ഒരു ലോറി ഡ്രൈവർ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ലോറി ഡ്രൈവർ എന്തോ ലോഡുമായിട്ട് പോയതാണ്. ആ സമയത്ത് വഴിയിൽ വെച്ച് അതായത് ഫോറസ്റ്റ് ഏരിയയിൽ വെച്ച് അയാളുടെ വണ്ടി ഒന്ന് ഇടിച്ചു. അങ്ങനെ അപകടം പറ്റി അയാളുടെ ബോഡി മാത്രം അവിടെ നിന്ന് കിട്ടിയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് അയാളുടെ ബോഡി ഇതേപോലെ തന്നെ ഒരു മരത്തില് ഇങ്ങനെ വലയാൽ ചുറ്റപ്പെട്ട് ആ ഒരു അവസ്ഥയിലാണ് കണ്ടുകിട്ടിയത്. എന്നാൽ അന്ന് ഇത്രയും കാര്യങ്ങളൊന്നും ആരും അന്വേഷിച്ച് വന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് അങ്ങനെ ഒതുങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം DFO പറയുന്ന സമയം അപ്പൊ ഈ 2 കേസുകൾക്കും എന്തോ ബന്ധമുണ്ട് മാഡം. ശരിക്കും എന്തായാലും ഇതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം. സോ ഈ കേസുമായിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് നായകൻ ഇങ്ങനെ ടീമിനെയും കുട്ടികളുടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അടുത്ത സീനിൽ ആ കേസിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ആ മനുഷ്യ ലോറി ഡ്രൈവറിന്റെ വീട്ടിലേക്ക് നായകന്റെ സംഘം എത്തുവാണ്. എന്നിട്ട് അയാളുടെ ഭാര്യനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഒരു പാവമായിരുന്നു സാറുമാരെ. ആരോടും വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനൊന്നും അദ്ദേഹം പോയിരുന്നില്ല. നാട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെല്ലാം പറഞ്ഞ് ഭാര്യ കരയുന്ന സമയം അദ്ദേഹത്തിന്റെ മരണത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നായകൻ ചോദിക്കുവാണ്. ഈ സമയം സ്ത്രീ പറയുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സ്വാഭാവിക മരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് എന്തോ സ്ട്രെസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ആ സമയത്ത് എന്ത് ചോദിച്ചാലും വലിയ റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവിടെയുള്ള കുലദൈവത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ച് വഴിപാട് കഴിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ അതിനൊരു ടൈം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വീണ്ടും കരയുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയ നായകനാണെങ്കിൽ അയാളുടെ നാട്ടുകാരോടും അയാളെ പറ്റി അന്വേഷിക്കുകയാണ്. അങ്ങനെ അയാളുടെ ഭാര്യ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട്
ആയിട്ടാണ് അയാളെ പറ്റി എല്ലാരും പറയുന്നത്. അതുപോലെ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അയാളെന്ന് വല്ലാതെ വിഷമം അനുഭവിക്കുന്നതായിട്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു കുറെ ലോറി ഡ്രൈവർമാർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം അവര് ഷെയർ ചെയ്യുന്നു. അടുത്ത സീനിൽ ആ ഫോറസ്റ്റ് ഏരിയയില് ആ ഫോറസ്റ്റെല്ലാം വെട്ടിത്തെളിച്ച് വലിയൊരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങുന്ന ഒരു കോൺട്രാക്ടറെ കാണിക്കുവാണ്. അയാളിപ്പോ അയാളുടെ ജോലിക്കാരോട് ചോദിക്കുവാണ് ഇന്നത്തെ ആൾക്കാർ കുറവെന്ന്. സാർ, ഈ വനമൊക്കെ നശിപ്പിച്ച അവരുടെ കുലദേവത അവരോട് കോപിക്കുന്നു പറഞ്ഞുകൊണ്ട് പലരും എത്താത്തതാണെന്ന് ഈ സമയത്ത് അയാള് കോൺട്രാക്ടറോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന കോൺട്രാക്ടർ പിന്നെ അവന്മാരുടെ ഒരു വിശ്വാസവും മണ്ണാങ്കട്ടെ ഇതൊക്കെ വെറുതെയാണെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇപ്പൊ അവിടുന്ന് തിരികെ പോകുന്നു. അങ്ങനെ ആ സിനിമ കട്ടെ അന്ന് രാത്രി ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആ കോൺട്രാക്ടറുടെ ഭാര്യനെ അവരുടെ ചേച്ചിയുടെ മകളെയും കാണിക്കുന്നു. കോൺട്രാക്ടറുടെ ഭാര്യ ഈ സമയത്ത് പ്രഗ്നന്റ് ആണ്. അവരും ചേച്ചിയുടെ മകളും കൂടി എവിടെ പോയിട്ട് വരുന്ന സമയം കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ ഇപ്പൊ രാത്രി സമയത്താണ് അവർ വീട്ടിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം വഴിയിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവരെ കണ്ടിട്ട് അവിടെയുള്ള ഒരു മുത്തച്ഛി അവരോട് പറയുന്നുണ്ട്, മോളെ നിറവയറുമായിട്ട് ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടന്നുകൂടാ. എന്നിട്ട് മോളൊരു കാര്യം ചെയ്യേ, എല്ലാ ആണിയും കയ്യിലെടുത്ത് പിടിച്ച് എത്രയും വേഗം വീട് പറ്റാൻ നോക്ക്. ഇത് കേൾക്കുന്ന സമയത്ത് കോൺട്രാക്ടറുടെ ഭാര്യയ്ക്ക് ചെറുതായിട്ട് ഒരു പേടി തോന്നുന്നു. അങ്ങനെ ഇപ്പൊ ഒരു ആണിയും കയ്യിലെടുത്ത് പിടിച്ച് അവര് കൂടെയുള്ള ചേച്ചിയുടെ മകളെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. ഈ സമയം വീട്ടിലെ കോൺട്രാക്ടറായവരുടെ ഭർത്താവ് കുടിച്ചു ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന ഭാര്യ ഇങ്ങനത്തെ ഇന്ന് നേരത്തെ വന്നോന്നൊക്കെ വിചാരിക്കുന്നു. ഇതേസമയം അവരുടെ വീടിന്റെ കഥകിൽ ആരോ തട്ടാൻ തുടങ്ങുന്നു. അപ്പൊ ആ ലേഡി ആകെ പേടിച്ചു പോവാണ്. വഴിയിൽ വെച്ച് കണ്ട ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം ഓർമ്മ വരുന്നു. അങ്ങനെ ഭയം തോന്നിയ സ്ത്രീ റൂമിൽ കിടക്കുന്ന ഭർത്താവിനെ വിളിച്ച് എഴുന്നേപ്പിക്കാന്ന് വിചാരിച്ചോണ്ട് അവിടെ ചെല്ലുവാണ്. എന്നാൽ ഈ സമയം അവിടെ കിടന്നിരുന്ന ഭർത്താവിനെ കാണുന്നില്ല. അയ്യോ, അദ്ദേഹം ഇതോടെ പോയി അവർ ആലോചിക്കുന്ന അതേ സമയം തന്നെ ഓടിട്ട് മേഞ്ഞൊരു വീടായിരുന്നു. സോ അതിന്റെ ആ മേൽക്കൂരയില് കുറച്ച് ഓടുകൾ പൊട്ടിയിരിക്കുന്നത് അവർ ഈ സമയത്ത് കാണുന്നു. ആ റൂമിൽ ഇറങ്ങി കിടന്ന അവരുടെ ഭർത്താവിനെ ആരോ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതായിരുന്നു അത്. ഈ കാര്യം ഈ സമയത്ത് ആ ലേഡിയും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് വീട്ടിൽ നിന്ന് കാണാതെ ആ കോൺട്രാക്ടറെ കാണിക്കുവാണ്. അയാളിപ്പോ കണ്ണു തുറക്കുമ്പോൾ അയാൾ ആ കാടിന്റെ നടുവിലിരിക്കുകയാണ്. ഇതേസമയം അയാളുടെ മുമ്പിലേക്ക് ആ വനദേവത ആ രൂപത്തിൽ അങ്ങനെ വരുവാണ്. ഇത് കണ്ട് അയാളൊക്കെ ഭയക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഇപ്പൊ ആ കോൺട്രാക്ടറുടെ ഭാര്യ അദ്ദേഹത്തിന് ഇന്നലെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ കാര്യം അറിഞ്ഞ പോലീസുകാര്, അതായത് നായകനും ടീംസും അവിടേക്ക് എത്തി അവിടെ അന്വേഷണം തുടങ്ങുവാണ്. ഈ സമയം കോൺട്രാക്ടറുടെ ഭാര്യയും പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാം ഒരേപോലെ പറയുന്നത് അയാളെ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ അയാളെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയത് അവരുടെ വനദേവതയാണെന്നാണ്. എന്നാൽ ഈ സമയം നായകൻ ഉറപ്പിച്ച് പറയുന്നു ഇത് വനദേവതയൊന്നുമല്ല, ഏതോ കിഡ്നാപ്പിംഗ് ഗ്രൂപ്പ് അയാളെ തന്ത്രപൂർവ്വമായിട്ട് ഇവിടുത്തെ ഓടും പൊടിച്ചു കൊണ്ടുപോയതാണ്. എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട, എത്രയും വേഗം കാണാതെ അയാളെ ഞങ്ങൾ കണ്ടെത്തുന്നും പറഞ്ഞ് നായകനും ബാക്കി പോലീസുകാരും ഊർജിതമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പൊ നായകനും ടീംസും കൂടി ആ കാട് നീളെ പോലീസ് നായനെയും കൊണ്ടെല്ലാം അന്വേഷണം തുടങ്ങുന്നതാണ്. അങ്ങനെ അന്വേഷിച്ച് കുറെ നേരം കഴിയുമ്പോൾ അവർ ആ കോൺട്രാക്ടറുടെ ബോഡി ആ സെയിം കൊലപാതക ഫോർമാറ്റില് മരിച്ച രീതിയിൽ കണ്ടെത്തുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ നായകനും ടീംസിനെയും അതുപോലെ അവിടുത്തെ നാട്ടുകാരെല്ലാം ഒരുപാട് ഷോക്ക് ആക്കുന്നു. അടുത്ത സീനിൽ അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഇതേസമയം അയാളുടെ വായിന്ന് മൂക്കിന്നല്ല എന്തോ രീതിയിലുള്ള ഒരു ഈച്ച, അത് ഒന്നും രണ്ടൊന്നുമല്ല കുറെ എണ്ണം അങ്ങനെ പുറത്തേക്ക് വരുവാണ്. പച്ച കളറിലുള്ള ആ ഈച്ചകളാണ് ഇയാളുടെ ബോഡിയിൽ മുഴുവൻ ചുറ്റിയിരിക്കുന്ന ആ വല ഉണ്ടാവാൻ കാരണമെന്ന് ഈ സമയത്ത് അവർ കണ്ടുപിടിക്കുന്നു. അത് ശരീരത്തിൽ കൂടി ചെറുതായിട്ടൊന്ന് നടന്നാൽ മതി, അപ്പൊ തന്നെ 8 വല പോലെയുള്ള ആ ഒരു വല ഫോം ആവും. അങ്ങനെ ഇപ്പൊ ആ ഈച്ചകളെ പറ്റി കൂടുതലായിട്ട് നായകൻ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് നായകൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, ആ ഈച്ചകള് ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കാണാറില്ല. സോ ആ കോൺട്രാക്ടറെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആൾക്കാര് അയാളെ കൊല്ലാൻ വേണ്ടി ആ ഈച്ചകളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചതായിരിക്കും. ഇതെല്ലാം കേട്ട നായകനാണെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുന്നു. അടുത്ത സീൻ ഒരു ഷോപ്പ് കാണിക്കുവാണ്. അവിടുത്തെ ലേഡി ഇപ്പൊ അവരുടെ കുലദൈവത്തിന്റെ രൂപമെല്ലാം ഉണ്ടാക്കി അത് സെയിൽ ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നു. ഈ സമയം അവിടെ കൂടി അമ്മേന്റെ കൂടെ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ശില കണ്ട് എനിക്ക് അതുപോലത്തെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി വരുവാണ്. അപ്പൊ അമ്മയാണെങ്കിൽ അതൊന്നും വേണ്ടെന്നും പറഞ്ഞ് ആ കുട്ടീനെ പിടിച്ചു വലിച്ച് അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയം അതായത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയുടെ മുറിയിൽ നിന്ന് എന്തൊരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇപ്പൊ എന്താ നോക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നേരെ ആ കുട്ടിയുടെ മുറിയിലേക്ക് വരുന്നു. ഈ സമയത്ത് അവർ കാണുന്നത് ആ കുട്ടിയുടെ മുറിയിൽ ഇന്ന് ആ കുട്ടി വാങ്ങാൻ ആഗ്രഹിച്ച ആ കുലദൈവത്തിന്റെ ആ രൂപം ഇരിക്കുന്നതാണ്. ഇത് കണ്ട് ആകെ ഷോക്കാവുന്ന ആ ലേഡി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ഇപ്പൊ ഇത് കേട്ട് ആകെ ഭയക്കുന്ന ആ കുട്ടിയുടെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, നമുക്കിത് എത്രയും വേഗം നശിപ്പിക്കാന്നും പറഞ്ഞുകൊണ്ട് അതെടുത്തോണ്ട് പുറത്തേക്ക് വന്ന് അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ കാര്യങ്ങളെല്ലാം വനദേവത അവിടെയുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിലിരുന്ന് കാണുന്നതായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് മല്ലിക എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. ഇവൾ ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയ്യനാർ എന്ന് പറയുന്ന ആ പോലീസുകാരന്റെ ഭാര്യയാണ്. ജാതകത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ലേഡിയില്ലേ അവര്, ഈ ലേഡി ഒരു ഡോക്ടറാണ്. അയ്യനാറിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് എത്തിയതും മുതല് അയ്യനാറിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞ് അവന്റെ വീട്ടുകാരെ ഇവിടെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുവായിരുന്നു. അവളെ തിരിച്ചു കൊണ്ടുവന്നോട്ടെ എന്ന് അന്ന് ആ പൂജയെല്ലാം കഴിഞ്ഞപ്പോ അയ്യനാർ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അമ്മ സമ്മതിക്കാത്തോണ്ട് അയ്യനാർക്കാണെങ്കിൽ അത് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ കാര്യം മല്ലികേന്റെ അടുത്ത് വന്ന് പറയുന്ന സമയം, ശരി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കാരണം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇങ്ങനെയും പറഞ്ഞ് പെണ്ണുങ്ങി അവൾ വീടിനകത്തേക്ക് കയറി പോകുന്നു. ആ സീനോടെ കട്ടായി അടുത്ത സീനില് നായകൻ ടീമിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസ് കയ്യിലെ കാണിക്കുന്നു. അവളുടെ വീട്ടിൽ ഇപ്പൊ അവളുടെ വീട്ടുകാര് അവൾക്ക് വേണ്ടി ഒരു പയ്യനെ എല്ലാം ആലോചിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം അറിയുന്ന അവരാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. അവളുടെ പേര് ചിത്ര എന്നാണ്. അങ്ങനെ ഇപ്പൊ ഈ ഒരു സങ്കടം കൊണ്ട് ചിത്രയാണെങ്കിൽ അന്ന് രാത്രി അയ്യനാരെ വന്ന് കാണുവാണ്. അയ്യനാരും അവന്റെ വീട്ടിലെ പ്രശ്നം കാരണം ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും അവരവരുടെ
അവരുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവര് ഋഷിനെ പറ്റിയും പറയാൻ തുടങ്ങുവാണ്. എന്നാലും സാർ അത്ര വേഗത്തിലാണ് ഈ കേസിന്റെ അന്വേഷണങ്ങളെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി റൂമിലെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന നായകനെ കാണിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഋഷിയാണെങ്കിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ വല്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്താണെന്നൊരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിച്ചു തരുന്നു. ആക്ച്വലി നമ്മുടെ നായകന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ സമയം നായകൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീക്രട്ട് ഏജന്റ് ആയിരുന്നു. നായകൻ അങ്ങനെ റിസ്ക് പിടിച്ച് ഒരുപാട് ഓപ്പറേഷന് പോകുന്നത് അവന്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അതിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നായകൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. എന്നാൽ അങ്ങനെയുള്ള നായകന്റെ ഭാര്യ ഇപ്പൊ നായകന്റെ കൂടെ ഇല്ല. അതായത് അവള് മരിച്ചുപോയി. അങ്ങനെ മരിച്ച അവളുടെ ആത്മാവ് ഇപ്പൊ പ്രസന്റ്ലി അവനെ വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂടി നായകൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവനിങ്ങനെ സീലിംഗിലേക്ക് നോക്കുമ്പോൾ അവളുടെ ആത്മാവിന്റെ രൂപം അവൻ അവിടെ അങ്ങനെ കാണുവാണ്. സോ അവരെങ്ങനെ മരിച്ചു? അവരുടെ ആത്മാവ് നായകൻ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ എന്താണ് കാരണം? ഇതിന് പുറകിലെ കഥ എന്താണ്? ഇനി നായകൻ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നായകൻ ഈ കേസ് കണ്ടുപിടിക്കുവോ? കണ്ടുപിടിച്ചാൽ ഇതിന് പുറകിൽ ആരായിരിക്കും? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊരു സസ്പെൻസ് വിട്ടുകൊണ്ട് അങ്ങനെ ഇതിന്റെ 3ാമത്തെ എപ്പിസോഡ് തീർക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ സീരീസ്? ഇതിന്റെ ഫസ്റ്റ് 3 എപ്പിസോഡുകളെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനി ഇതിന് ബാലൻസ് എപ്പിസോഡുകളുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങളെ ആ കാര്യം അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.